ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്നല്ല ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഇത് മാളുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിന്, കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു തോന്നലാണ് ഒരു വ്ളോഗ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പായസം ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കാച്ചും കൂടിയിട്ടാണ് പായസം ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ അതാ കുഞ്ഞ് നല്ല ഉറക്കാന്ന് കേട്ടോ, അവന് ഇടക്ക് എണീക്കും, ഇടക്ക് കരിയും, പിന്നെ ഉറങ്ങും. അങ്ങനെ എങ്ങനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയിട്ട് ആ പാലെല്ലാം എടുത്തിട്ട് പായസം ഇതിനായിട്ട് അച്ഛനും അമ്മയും വന്നിട്ടാകുമ്പോൾ ഗോളികയോ അങ്ങനെ എന്തോ പായസം എന്തെങ്കിലും അവരെ തിന്നുന്ന സാധനമില്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ പായസം ആക്കാൻ വിചാരിച്ചു. അത് അതിൻ്റെ ഒപ്പം പായസം കൂട്ടി തിന്നുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ പാലുണ്ടായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പായസം ആക്കാമെന്ന്. പിന്നെ അന്നത്തെ കുറച്ച് ഇതുണ്ടായിന്, ചൗവരി, ആ ഒരു സാധനം കൂടി ഉണ്ടായിന്. പിന്നെ മുകളിലത്തെ വീട്ടിൽ നിന്ന് മറ്റേ എന്താണ് സാമൂനാരി കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ പായസം ആക്കാനുള്ള സാധനം എല്ലാം കിട്ടിയതുകൊണ്ട് നേരെ പായസം ആക്കി വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 വട്ടം പാലെടുത്തിട്ട് ഇതായി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ, അധികം ഇത് കട്ടിയാവേണ്ട വിചാരിച്ചിട്ട്. പക്ഷേ കട്ടിയായിട്ടുണ്ടായി, ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഇത് ചൗവരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഇതാണ് കേട്ടോ സാമുനാരി. നമ്മൾ മിക്സ് അല്ലല്ലോ ഉപയോഗിക്കുന്നത്, ഇത് വറുത്തൊരു സാമുനാരിയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇതാ പാല് നല്ല വലിയ ഇളക്കിക്കൊണ്ട് നിൽക്കും. അതാണല്ലോ പായസത്തിൻ്റെ മെയിൻ. ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കുറുകും. അങ്ങനെ ഇളക്കി ചൗവരി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ചൗവരി വേകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി ചൗവരി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നേരത്തെ വേവിക്കണമായിരുന്നു തോന്നി. കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ചൗവരി കുറച്ച് വെന്തിട്ടാകുമ്പോഴത്തേക്കും നമ്മളെ റോസ്റ്റ് ചെയ്ത് വെച്ച മറ്റേ സാധനം ഉണ്ടല്ലോ, നേരത്തെ പാക്കറ്റിലുണ്ടായ സാമുനാരി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഇല്ല, ഇതെന്താവുന്നില്ലതല്ലോ. അമ്മായി ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് നോക്കുന്നില്ല, നമ്മളാണ് മെയിൻ കുക്ക്. അങ്ങനെ സാമുനാരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിച്ചാകുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ടു കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാകുമ്പോഴത്തേക്കും പറ്റിയതുപോലെ ഉണ്ടായിനി. അതുകൊണ്ട് ഓവറായിട്ട് ഇട്ടിട്ടുണ്ടായിട്ട് ഒരു കറക്റ്റ് ഒരു മധുരമെല്ലാം ഉണ്ടായത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും സാധനം കുറുകിയിട്ട് അപ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായി. കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് കട്ടിയായി. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആവുമല്ലോ, മിക്സ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൂടി ഈ പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിന് കേട്ടോ, കട്ടി കുറച്ച് കുറയാനായിട്ട്. അങ്ങനെ ഇളക്കി പായസം സെറ്റായി. അപ്പോൾ അതിലേക്ക് വറുത്തിടുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയായിട്ടുണ്ടായിന്. കുറച്ച് പണി പെട്ടിട്ടാണ് കാച്ചു ആ നെയ്യ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായത്. അങ്ങനെ നെയ്യിലേക്ക് കൊരട്ട മാത്രമേ ഇട്ടിട്ടുണ്ടായിട്ടു. പിന്നെ ഏലക്കയും മുന്തിരി ഇതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ കൊരട്ട വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കൊരട്ട വറുത്തിട്ടെല്ലാം അതിലേക്ക് ഒഴിച്ചു വിട്ടാൽ അങ്ങനെ നമ്മൾ പായസം സെറ്റായിട്ടുണ്ടായിന്. പിന്നില്ലേ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് പായസം തണുത്തു പോകുമല്ലോ. തണുത്തിട്ടാകുമ്പോഴത്തേക്ക് പായസം നന്നായിട്ട് കുറുകിയെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിട്ടുണ്ടായിന്. പിന്നെ മധുരം കുറവായിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് മധുരം അതിലേക്ക് ഇട്ടിട്ട് പിന്നെയും ഞാൻ തിളപ്പിച്ചു. പിന്നെ ഈ കുറുകിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നല്ലോണം കുറുകിയിട്ടുണ്ടായിന്, കുറച്ച് കട്ടിയായിട്ടുണ്ടായിന്. പ്രശ്നമൊന്നും ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ആ പായസം അവിടെ മാറ്റി വെച്ചിട്ട് നേരെ പപ്പടെല്ലാം വറുത്തിട്ട് ചോറ് കഴിക്കാൻ നിന്നു. കാരണം ഉച്ചലായിട്ടുണ്ടായിന് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ കുഞ്ഞ് എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാനും ആളും കൂടിയിട്ട് നേരെ ചോറ് കഴിക്കാൻ നിന്നു. അപ്പോൾ കുഞ്ഞിനെ കാച്ചു നോക്കും. അങ്ങനെ പപ്പടവും ബീട്രൂട്ടും സാമ്പാറും എല്ലാം കൂട്ടിയിട്ട് നല്ല വാങ്ങി ചോറ്. ഇനി ഈ ചോറെല്ലാം വേവിച്ചിട്ട് വേണം നമുക്ക് പായസം കുടിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ചോറെല്ലാം വേവിച്ച് റെസ്റ്റൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടാട്ടോ. അപ്പോഴത്തേക്ക് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് പോകാനായിട്ട് നേരത്തെ പറഞ്ഞ ഗോളിക അങ്ങനെയാന്ന് തോന്നുന്നു പറയല്, ആ സാധനത്തിൻ്റെ ഒപ്പം നമ്മൾ പായസം കൂടി വെച്ചിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് കട്ടിയായിട്ടുണ്ടായിന്. എന്നാൽ പ്രശ്നമില്ല കേട്ടോ, ഇതിൻ്റെ ഒപ്പം തിന്നുമ്പോൾ ഒരു മാച്ച് ആയിട്ടുണ്ടായിന്. പിന്നെ ഒരു കുഞ്ഞ് പഴം കൂടി എടുത്തിട്ടുണ്ടായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി അങ്ങ് തിന്നാന്ന് വിചാരിച്ചു. കാരണം പായസത്തിന് ഇങ്ങനെ കട്ടിയായെങ്കിലും മധുരം കുറച്ച് കുറഞ്ഞാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിന് കേട്ടോ. ഗോളികയിൽ കുറച്ച് മധുരമെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് മിക്സ് ആയിട്ടാകുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിന്. വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല വാങ്ങണ്ടായിന് കേട്ടോ. അങ്ങനെ പായസം നിന്ന് കഴിഞ്ഞാകുമ്പോഴത്തേക്കും ഉച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുമ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. മഴ എന്ന് വെച്ചാൽ നല്ല കാറ്റും മഴയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നല്ല കാറ്റെല്ലാം ഉണ്ടായിന് കേട്ടോ. മിനിയാന്നെങ്ങാനോ നല്ല കാറ്റ്, രാത്രി ഫുൾ കാറ്റ് കൊണ്ടുപോയി മഴേനെ. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മഴയെല്ലാം നോക്കി ഇരുന്നിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ചായ കുടിക്കേണ്ട സമയം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുള്ള് തീറ്റയാണല്ലോ എന്നുള്ളത്. ഞാൻ വേറൊന്നും എനിക്കിടെ കാണിക്കുക തിന്നുന്നതും പിന്നെ നമ്മളെ കുഞ്ഞിനെ മാത്രമല്ലേ കാണിക്കാനില്ലൂ. അങ്ങനെ വൈകുന്നേരം ഞാൻ അതാ പറയുന്നത്. ഇനിയിപ്പോൾ വീഡിയോയിൽ ഞാൻ ഫുള്ള് തീറ്റി മാത്രമല്ലേ കാണിക്കുന്നില്ലൂ എന്നുള്ളത്. അങ്ങനെ ഞാനും ആളും കൂട്ടിയിട്ടാണ് ചായ കുടിക്കാനിരുന്നു. ചായക്ക് എന്തപ്പോൾ ഉണ്ടായത്, കേക്കും ചക്ലിയും അതെല്ലാം ഉണ്ടായത്.
അങ്ങനെ മഴയെല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് ചായ കുടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അവിടെ താഴെ വരെ തറവാട്ടിൽ ഒരമ്പലം ഉണ്ട് കേട്ടോ. അവിടെ നല്ല പാട്ടും കേൾക്കും, നല്ല പാട്ടാണ്, നല്ല ഭക്തിഗാനമില്ലേ. വൈകുന്നേരം ഭക്തിഗാനം കേൾക്കും, പിന്നെ രാവിലെ എണീച്ചാലും കേൾക്കാൻ പറ്റും. നല്ല മറ്റേ പാട്ടില്ലേ, സൗകല്യ സുപ്രചാര, ആ പാട്ടും രാവിലെ എണീച്ച ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ. ഞാൻ ഈ രാവിലെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ, പക്ഷേ ഈടെ കണ്ടിട്ടാ. അപ്പോൾ രാവിലെ ഞാൻ എണീക്കലുണ്ടായി കുഞ്ഞിനെ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, നല്ല വൈബാണ് രാവിലെ. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ സുട്ടുമണീനെ കുളിപ്പിച്ചത് ആ കുപ്പായി ഇടിപ്പിക്കലായി. ഓന് ഈ ട്രൗസറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുപ്പായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ്. ഞാനിപ്പോൾ എഡിറ്റ് ആക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പെയാണ് ഞാൻ അവിടെ പോയിട്ട്, അല്ല 2 ദിവസം ആയി അവിടെ പോയിട്ട് നിന്നിട്ട്. അപ്പോൾ ഞാൻ 2 ദിവസവും ഇവനെ തട്ടാൽ ഇവൻ്റെ ഒപ്പം കളിക്കുന്ന അങ്ങനെയല്ലേ. അപ്പോൾ വീട്ടിലെത്തിച്ചാകുമ്പോഴത്തേക്കും ഞാൻ ഇവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നിട്ടാ. എനിക്ക് ഇടക്കിടക്കല്ലേ ഇവൻ്റെ സൗണ്ട്, ഇവൻ കരയുന്നതും അല്ല എനിക്കിങ്ങനെ കേൾക്കുന്നത് എന്താ അറിയില്ല, എനിക്ക് കിടന്നോ കേൾക്കുന്നത് ഭയങ്കരമായിട്ട് മിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലോട്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.